പ്ലീസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. പ്രവാചകൻ അവിടെ വലിയ പോസിറ്റീവ് വാക്കുകളാണ് പറയുന്നത്. താൻ പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമാണ്. സ്തോത്രം. തൻ്റെ ചുറ്റുപാടൊന്നും തനിക്ക് അനുകൂലമല്ല. ആ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല, അവരൊക്കെ രക്തത്തിനായി പതിയിരിക്കുന്നു. അപ്പം ചുറ്റുമെല്ലാം പ്രതികൂലമാണ്. താൻ നോക്കുമ്പോൾ ഭക്തിമാന്മാരില്ല, അല്ലെങ്കിൽ നേരോടെ നടക്കുന്ന വ്യക്തിയില്ല, ദൈവസന്നിധാനത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയില്ല, എല്ലാം പ്രതികൂലമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്ത് നിൽക്കുന്നു, മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. അപ്പോൾ ഇവിടെ താൻ വീട്ടുകാരെക്കുറിച്ച് പറയുകയാണ്. എ മാൻസ് എനിമീസ് ഇസ് ദോസ് ഓഫ് ഹിസ് ഓൺ ഹൗസ് ഹോൾഡ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് നിൽക്കുകയാണ്. ഒന്നും ശരിക്കും പറയുവാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഒന്നും തന്നെ ഒരു പോസിറ്റീവ്നെസ് ഇല്ല. എന്നാൽ അവിടെയും സ്തോത്രം, താൻ വിശ്വാസത്തോടെ അല്ലെങ്കിൽ താൻ നല്ല പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചവിടെ പറയുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒത്തിരി പ്രതികൂലമുണ്ട്, ഒത്തിരി പ്രതിസന്ധിയുണ്ട്, ചുറ്റുമൊന്നും നമുക്കൊരു പക്ഷേ അനുകൂലമല്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ കർത്താവിനെ നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഉലകത്തിൽ കിട്ടാത്തൊരു സന്തോഷം, ഈ ഭൂമിയിൽ കിട്ടാത്തൊരു സന്തോഷം നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മൾ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഈ പൗലോസ് പ്രതികൂലത്തിൻ്റെ നടുക്കാണ്. അന്നത്തെ ആ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ എടുത്തു പഠിക്കുവാണെങ്കിൽ ഒത്തിരി പ്രതികൂലം നിറഞ്ഞ ഒരു സാഹചര്യമാണ് കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ. അതിനകത്ത് ഒരു വ്യക്തിക്കൊന്ന് നേരെ കിടക്കാൻ പോലും ഉള്ള സ്ഥലമില്ലെന്നാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം പ്രതികൂലത്തിൻ്റെ നടുക്കിടുന്ന ഒരു മനുഷ്യൻ ദൈവസഭയെ ഉറപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പേൻ. തൻ്റെ അനുഭവങ്ങളൊന്നും തനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാനോ സന്തോഷിക്കാനോ പറ്റിയതല്ല, പക്ഷെ താൻ പറയുക കർത്താവിൽ സന്തോഷിപ്പേൻ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഹിഡൻ സംതിങ് ഉണ്ട്. എന്താണത്? ആ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം തനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തെ വലുതായി കാണാതെ ആ പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ആ പ്രസൻസ്, ആ പീസ്, അതാണ് വലുതായിട്ട് അപ്പോസ്തലൻ അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പ്രതികൂലമാണ്. പക്ഷെ മീഖാ പ്രവാചകൻ പ്രകാരമാണ് പറയുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. സ്തോത്രം. 3 കാര്യം ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ കാര്യം, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അതായത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മറുപടിയും എനിക്ക് ലഭിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലൊന്നും ഈ എൻ്റെ ചുറ്റുപാടൊന്നും നടക്കുന്നില്ല, പക്ഷേ ഞാൻ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അപ്പോൾ ഈ 2 ഡിസിഷൻസ് തൻ്റെ ഡിസിഷനാണ്. 1, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. 2, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. 3-ാമത്തൊരു കാര്യം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് തൻ്റെ ഉറപ്പാണ്. 2 കാര്യം തൻ്റെ ഡിസിഷനാണ്. ഞാൻ കർത്താവിനെ നോക്കും. അതായത് സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ലെങ്കിലും ഞാൻ ദൈവത്തെ നോക്കും. സ്തോത്രം. ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കിന്ന് പറയുവാനുള്ള ഒരു ദൈവീക ആലോചന ഇതാണ്. സ്തോത്രം. ജീവിതത്തിൽ പ്രതികൂലവും പ്രതിസന്ധികളും ഉള്ളപ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലം, നമ്മൾ അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. സ്തോത്രം. ഒരു പോസിറ്റീവ്നെസ്സിൻ്റെ വാക്ക്. അതായത് ഇന്ന് പ്രതികൂലമാണ്, ഞാനൊരു പക്ഷേ വീണ് കാണും, എന്നാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. പിന്നെ താൻ പറയുക, ഞാൻ ഇരുട്ട് തീരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു, യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും.
തൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ വന്നു. അങ്ങനെയൊക്കെ താൻ പറയുന്നുണ്ട്. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഇവിടങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ പറയും, ഇന്ന് ഞാൻ ഇരുട്ടിലാണ്, ഒരു പക്ഷേ ഇന്ന് ഞാൻ വീണു, എന്നാലും ഞാൻ അതിൽ നിന്ന് എഴുന്നേൽക്കും. എൻ്റെ ദൈവം എനിക്ക് പ്രകാശമായിരിക്കും. കർത്താവ് എനിക്ക് വേണ്ടി വ്യവഹാരം നടത്തി തരും. സ്വതം അടുത്തതായിട്ട് താൻ പറയുകയാണ്, ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എൻ്റെ ശത്രു അത് കാണും. നിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എൻ്റെ കണ്ണ് അവളെ കണ്ട് രസിക്കും. താൻ പറയുകയാണ്, ശത്രുവുണ്ട്, അവൻ തന്നെ നിന്ദിക്കുന്നവരുണ്ട്, തന്നെ പരിഹസിക്കുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഇന്ന് വീണു, എങ്കിലും ഞാൻ എഴുന്നേൽക്കും. സ്തോത്രം. ഇന്ന് ഞാൻ ഒരുപക്ഷെ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, എന്നാൽ ദൈവം എനിക്ക് വെളിച്ചമായിരിക്കും. സ്തോത്രം. നമ്മൾ വായിച്ച ആ കുറുവാക്യം മറന്നു പോകലും, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. അതായത് പ്രതികൂലമാണ്, ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, എങ്കിലും ഞാൻ ദൈവത്തിലേക്ക് നോക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, പ്രൈസ് ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു നാളും കർത്താവിൽ കൈവിടത്തില്ല, അവരൊരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എന്നിട്ട് താൻ പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തെ നോക്കുന്നത് കൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ സ്വരം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ ആണ് വരുന്നത്. അതുകൊണ്ട് അവൻ സ്വരം, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലാണ്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിൽ, എന്നാൽ എൻ്റെ കണ്ണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിലേക്കാണ്. ഹല്ലേലൂയ. മീഖാ പ്രവാചകനെ പോലെ നമുക്കും പറയുവാൻ കഴിയുമോ, ഞാനോ ദൈവത്തിനായി കാത്തിരിക്കും, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലവും പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയാലും അതിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ പുറത്ത് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ദൈവസ്നേഹത്തിൽ വിശ്വാസത്തോടെ ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ.